ഈ മനുഷ്യജീവിതത്തിൻ്റെ മാറ്റങ്ങൾ വളരെ പ്രവചനാതീതമാണ്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ജ്ഞാനപ്പാനയിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പലപ്പോഴും രാവിലെ നടന്നു പോകുമ്പോൾ ഇത് പ്ലേ ചെയ്യുന്നത് കാണാം. ഒരുപക്ഷെ ബാക്കി എല്ലാ കീർത്തനങ്ങളെക്കാളും സാരസമ്പൂർണമായ മനുഷ്യജീവിതത്തിൻ്റെ ആ സമഗ്രതയുടെ എല്ലാ ഭാവങ്ങളും, എല്ലാ പ്രവചനാതീത ഭാവങ്ങളും, എല്ലാ യാഥാർത്ഥ്യങ്ങളും നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്നതത്രയും കാച്ചിക്കുറുക്കി വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട് ഈ ജ്ഞാനപ്പാനയിൽ. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നൊരു സംഭവം കഴിഞ്ഞ ദിവസം മുംബൈയിലുണ്ടായി. അവിടെ ഹുസൈൻ മൻസൂരി എന്ന് പറയുന്ന ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ഉണ്ട്, ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ. അദ്ദേഹത്തിനെ അംബാസിഡർ ഓഫ് ഹ്യൂമാനിറ്റി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഈ മുംബൈയുടെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അത്ര സുഖകരമൊന്നുമല്ലാത്ത സാഹചര്യത്തിൽ ഒരാളിനെ കാണുന്നു. അദ്ദേഹം ഒരു ഭിക്ഷക്കാരനോ മറ്റോ ആണെന്ന് കരുതി അദ്ദേഹത്തിനൊരു സഹായം കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഈ നമ്മുടെ മൻസൂരിയോട് പറയുകയാണ്, എനിക്ക് സാമ്പത്തിക സഹായമൊന്നും വേണ്ട, എന്നെ ഒന്ന് കേൾക്കണം, ഞാൻ പാടുന്ന 2 വരികളൊന്ന് കേൾക്കണം. ഒരു ഫിലാന്ത്രോപ്പിസ്റ്റായ അദ്ദേഹത്തിന് പാട്ട് കേട്ടിട്ട് എന്തായിരിക്കും കാര്യം എന്ന് വിചാരിച്ചെങ്കിലും വെറുതെ കേട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അതിമനോഹരമായ സ്വരമാധുരിയിൽ വളരെ ഭംഗിയുള്ള ഹിന്ദി ഗാനങ്ങളുടെ ഒരു ഹസ്കിങ് സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായി ഇദ്ദേഹം പാടുന്നു. ആ പാട്ട് കേട്ട് നമ്മുടെ ഹുസൈൻ മൻസൂരി ഇങ്ങനെ അന്തിച്ച് നിന്നുപോയി. എന്നിട്ട് അദ്ദേഹം ആ പാട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു. ആ പാട്ട് അങ്ങ് വൈറലാകുന്നു. വൈറലായി അത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് കുറഞ്ഞ സമയം കൊണ്ട് അത് കാണുന്നത്. അത് കണ്ടിട്ട് സുരേഷ് റയ്യ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ഈ ഹുസൈൻ മൻസൂരിയെ ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ തെരുവിൽ നിന്ന്, തെരുവിൻ്റെ ചേരിയുടെ എല്ലാ ഇരുണ്ട പ്രതലങ്ങളിൽ നിന്ന് കഷ്ടപ്പാടുകളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ പാടി നടന്ന ഈ മുകേഷ് മഹാദേവ് മേരാ മൗല എന്ന് പറയുന്ന ഒരു ആൽബം സോങ് പാടി എന്ന് പറഞ്ഞാൽ അത് വമ്പൻ ഹിറ്റായി മാറി. വമ്പൻ ഹിറ്റെന്ന് വെച്ചാൽ ശരിക്കും വമ്പൻ ഹിറ്റായി മാറി. അതിന് പറ്റിയ പാട്ടാണ് അദ്ദേഹം ഫ്രെയിം ചെയ്തത്. അദ്ദേഹം ഒന്ന് കേട്ട് നോക്കൂ. मेरा एक ही सपना है कि मेरे को कोई सुने। जज्बातों के बातों में एहसास लिपट जाता है, कुछ वक्त की तलाश में कुछ वक्त बदल जाता है। रेतों पे लिखे नामों को लहरें भी मिटा देते हैं, जब साथ नहीं तेरा तो क्यों दिल में जगा देते हैं, मेरे मौला मेरी मौला मेरे मौला मेरे मौला मेरे मौला मेरे मौला. എത്ര ആകസ്മികമാണ് ജീവിതം അല്ലേ?